അങ്ങേയറ്റം അരക്ഷിതമാക്കുന്ന ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടാകാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരിക്കാം. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു അപ്പോയിൻറ്റഡ് അതോറിറ്റി അല്ല. അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ നിന്ന് പ്രസംഗിച്ചത് ഒരു രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗം കടന്നുകയറ്റക്കാരാണ്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഈ രാജ്യത്തിന് ഭീഷണിയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ താഴെ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കുക? നോക്കൂ, ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും. പക്ഷേ ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. അത് ഈ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. ഇനി ഈ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തെക്കാൾ കൂടുതൽ അപകടകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞു തരാം. 2004 മുതൽ 2010 വരെയുള്ള UPA ഭരണകാലത്ത് 4 തവണ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം റിസർവേഷൻ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അതുമാത്രവുമല്ല, അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു എന്നും 2011 രാജ്യവ്യാപകമായി മുസ്ലിം റിസർവേഷൻ നടപ്പാക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചു എന്നും അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടത് തടസ്സപ്പെട്ടു? എന്തുകൊണ്ടത് നടന്നില്ല? സുപ്രീം കോടതി ജാഗ്രതയോടെ ഇടപെട്ടതുകൊണ്ട് മുസ്ലിം സംവരണം നടന്നില്ല. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല നരേന്ദ്രമോദി. എന്നിട്ട് ജനക്കൂട്ടത്തെ നോക്കി പറയുന്നത് എന്താണ്? ഈ രാജ്യത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവരണത്തിൽ നിന്ന് 1% തട്ടിയെടുത്ത്, ചീൻകെ എന്നാണ്, തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് ഈ പറയുന്ന കോൺഗ്രസും UPA സർക്കാരും അന്ന് ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തട്ടിപ്പറിച്ച് അവകാശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 2 വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ സ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇത് ക്ലിയർ വയലേഷൻ കേസാണ്. എന്താണ് ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ വായിക്കാം. നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് shall include in any activity which may aggravate existing differences or create mutual hatred or cause tension between different castes, communities, religions or linguistic. ഭാഷാപരമായോ മതപരമായോ ജാതിപരമായോ ആർക്കിടയിലും സ്പർദ്ധ വളർത്തുന്ന ഒരു പ്രവൃത്തിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യക്തിയും ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായി നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങൾക്ക് ആരെയാണ് എതിരാക്കുന്നത്? ഷെഡ്യൂൾ കാസ്റ്റിനെ എതിരാക്കുന്നു, അവരെ ഷെഡ്യൂൾ ട്രൈബ്സിനെ എതിരാക്കുന്നു, അതർ ബാക്ക്വേർഡ് കാസ്റ്റുകളെ എതിരാക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നോക്കൂ, നിങ്ങളുടെ അവകാശമായിരുന്ന സംവരണത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം അടർത്തിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ എതിരാളി ആരാണ്? മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധരാകൂ, ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന പക്ഷത്തേക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു വോട്ടഭ്യർത്ഥന അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു മതസ്പർദ്ധ, ഒരു ജാതി സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, അംബേദ്കറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോഡി പ്രസംഗിക്കുന്നത്. ഞാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നയാളാണ്, ഞാൻ ഭരണഘടന രചിച്ച ബാബാ സാഹേബ് അംബേദ്കറെ നിരന്തരം സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നയാളാണ് എന്നാണ് മോഡി ഇന്ന് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് സ്മൃതി. രാജ്യത്ത് 2005 ഒരു പ്രധാനപ്പെട്ട സർവേ നടന്നു. ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് UPA സർക്കാർ, സച്ചാർ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്, രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ജസ്റ്റിസിനെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി. എന്താണ് അന്വേഷണം? രാജ്യത്ത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, അതേപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നാക്ക വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളോടൊപ്പം തന്നെ വളരെ പിന്നിരയിൽ നിൽക്കുന്നൊരു വിഭാഗമാണ് മുസ്ലിങ്ങളെന്നും അവരുടെ രാജ്യത്തെ ജീവിത സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാണെന്നും ഉള്ള അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതൊരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ചുമതലയാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും വിഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനുള്ളതുകൊണ്ട് ആ വിഭാഗം എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് പഠിക്കാൻ രജീന്ദർ സച്ചാറിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കുന്നു 2005. 2006 നവംബറിൽ രജീന്ദർ സച്ചാർ കമ്മിറ്റി അവരുടെ കണ്ടെത്തലുകൾ നൽകുന്നു. അതായത് 20 മാസങ്ങൾക്ക് ശേഷം. ആ 20 മാസങ്ങൾ അവർ നടത്തിയ പഠനം ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ സർക്കാർ എന്താ ചെയ്തത്? അത് നവംബർ 30 തന്നെ, ഒട്ടും വൈകിയില്ല, 2006 നവംബർ 30 തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇത് അങ്ങേയറ്റം പരിതാപകരമാണ്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഒക്കെ തന്നെയും നല്ല രീതിയിലുള്ള മുൻഗണന നൽകേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ചില നിയമനിർമ്മാണങ്ങളും ആ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് എപ്പോഴും തങ്ങളുടെ അധികാരം നിലനിർത്തുക
രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയെന്നുമാണ് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ല, വളരെ മുമ്പ് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴും ഈ അവരുടെ അധികാരത്തെ നിലനിർത്തിയെന്ന് പറയുന്നത് വഴി ബ്രാഹ്മിൻസ് അടക്കമുള്ള മുന്നോക്ക സവർണ വിഭാഗങ്ങളെ മുഴുവൻ തിരിച്ച് കോൺഗ്രസിനെതിരാക്കിക്കൊണ്ടാണ് BJP അവരുടെ രാഷ്ട്രീയ വളർച്ച നേടിയിട്ടുള്ളത്. അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കാൻ ആ സർക്കാർ ശ്രമിച്ചത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു ഭയങ്കരമായ തെറ്റായ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ രാജ്യത്ത് 27% സംവരണം OBCക്ക്. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 27% സംവരണം അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ സംവരണത്തിനകത്ത് നിന്ന് 4.5% സബ് കോട്ട ഉണ്ടാക്കി. ഈ 4.5% അതിനകത്ത് നിന്ന് തന്നെയാണ് കാർവ് ഔട്ട് ചെയ്തിട്ട് ഒരു സബ് കോട്ട ഉണ്ടാക്കിയിട്ട് ആ സബ് കോട്ട മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങളെ കൂടാതെ ക്രിസ്ത്യൻസിനുണ്ട്, അതേപോലെ തന്നെ പാഴ്സികൾക്കുണ്ട്, ബുദ്ധിസ്റ്റുകൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ഇത്രയും വിഭാഗങ്ങൾക്കുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് 2015 അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ഡിസംബർ 1 മൈനോറിറ്റി മിനിസ്ട്രി ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക്, ഇത്രയും വിഭാഗങ്ങൾക്ക് ഈ 4.5% റിസർവേഷൻ നൽകുന്നൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ അത് ആന്ധ്ര ഹൈക്കോടതി തടഞ്ഞതിനെ തുടർന്ന് നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അടിസ്ഥാനരഹിതമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ 4% സംവരണം അല്ലെങ്കിൽ 5% സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകിയിട്ടില്ല. നിലനിൽക്കുന്ന സംവരണ സംവിധാനത്തിനകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള സിഖുകൾക്കും പാഴ്സികൾക്കും ഒക്കെ അത് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു വലിയ നേട്ടമായിട്ട് നരേന്ദ്രമോദി പറയുന്നത് എന്താണെന്നറിയാമോ? കർണാടകത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് ആദ്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ 4% മുസ്ലിങ്ങൾക്കുള്ള റിസർവേഷൻ എടുത്ത് കളഞ്ഞു എന്നാണ്. അതെന്തൊരു പൊട്ട കള്ളത്തരമാണെന്നറിയാമോ? കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണെന്നേ ബസവരാജ മിനിസ്ട്രി അവരുടെ ക്യാബിനറ്റ് കൂടിയിട്ട് ഈ 4% സമരം എടുത്ത് കളഞ്ഞത്. 4% സമരം എടുത്ത് കളഞ്ഞത് എന്താ? അവിടെ നിക്കക്കള്ളിയില്ല. പേ CM എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയും ഒരു അഴിമതി സർക്കാരാണ് BJPയുടെ എന്ന് വരികയും അങ്ങനെ BJP സർക്കാരിനെതിരായിട്ടൊരു തരംഗമുണ്ടാകുകയും ചെയ്തപ്പോൾ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ഈ 4% സംവരണം ഈ കഴിഞ്ഞ വർഷമാണ് എടുത്തു കളഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ 4% സംവരണം എടുത്തിട്ട് SC/STക്ക് അല്ല കൊടുത്തത്. അവിടെ കൊടുത്തത് ലിംഗായത്തുകൾക്കും വൊക്കലികയ്ക്കുമാണ് 2% വീതം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SC/ST സംവരണം, OBC സംവരണം എന്നുള്ള വിഷയം ഇപ്പോൾ എടുത്ത് ഉയർത്തിയിരിക്കുന്നത്, അതിൽ നിന്ന് തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കൃത്യമായും കോൺഗ്രസ് കാസ്റ്റ് സർവേ പറഞ്ഞിട്ടുണ്ട്. അതായത് ജാതി സർവേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്നും അങ്ങനെ നടപ്പാക്കിയാൽ സ്മൃതി നമ്മളിന്ന് അറിയേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഏതാണ്ട് 60-65% ആളുകൾ OBC വിഭാഗത്തിലേക്ക് വരും പുതിയ സെൻസസ് പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഈ സംവരണം മുഴുവൻ പൊളിച്ചെഴുതേണ്ടി വരും. അങ്ങനെ ഒരു വലിയ കാര്യം സംഭവിക്കാനിരിക്കുന്നു എന്ന് വടക്കേ ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അവകാശങ്ങൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്നും അത് ബാബാ സാഹേബ് അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് അംബേദ്കറെ കെട്ടിപ്പിടിക്കുകയും അംബേദ്കറെ പുൽകിക്കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധത പറയുകയും അങ്ങനെ മുസ്ലിം വിരുദ്ധതയും അംബേദ്കറും ആ രണ്ടും കൂടിയുള്ളൊരു കമ്പയിനിലൂടെ ഈ അതിപിന്നോക്ക വിഭാഗങ്ങളെ, ഷെഡ്യൂൾ കാസ്റ്റിനെ, ഷെഡ്യൂൾ ട്രൈബ്സിനെ BJPയുടെ വോട്ട് ബാങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ചോദ്യം, ഇത് ക്ലിയർ വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ക്ലിയർ വയലേഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ മൂക്ക് ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടല്ലോ, തൊട്ടടുത്ത ദിവസമല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചല്ലോ. എന്താണ് രാജിവെച്ചതിൻ്റെ കാരണം നമുക്കറിയില്ല. അതിന് 2 വർഷം മുമ്പ് അശോക് ലവാസ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് രാജ്യം വിട്ടുപോയല്ലോ. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്ന നരേന്ദ്രമോദിയുടെ വാ മൂടി കെട്ടാൻ വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി പുറപ്പെടും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാരാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ തന്നെയുള്ള എല്ലാ പവറും നരേന്ദ്രമോദി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുമെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിനപ്പുറം നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തെ അന്യവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊരു വലിയ മുറിവായിരിക്കും. ആ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. അധികാരം നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന അധികാരികൾ യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തിന് വലിയ ശാപമാണ്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയോട് ചെയ്തിരിക്കുന്നത് തികഞ്ഞ മര്യാദകേടാണ്. ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ബഹുസ്വരതയ്ക്കെതിരായി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് താഴെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. Meet the editors.